ഒരുപാട് സന്തോഷം നൽകുന്ന ഒരുപാട് സ്നേഹത്തിന്റെ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ SSCPO ആയി നിയമിതനായ വിനു CI സുജിത്തിനെ സല്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു സ്നേഹത്തിന്റെ ഭാഷയുണ്ട് കേട്ടോ. ആനക്കരയിലെ ഊരിൽ വിനുവിനെ PSCക്ക് പഠിപ്പിച്ചത് അന്നത്തെ മലമ്പുഴ CI ആയിരുന്ന സുജിത്താണ്. ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ ആ ക്ലാസ് ഒക്കെ നടന്നത്. പഠനത്തിന് ശേഷം വിനു ജോലി കിട്ടി നിയമിതനായത് CI സുജിത്തിന്റെ അണ്ടറിൽ വരുന്ന അതേ സ്റ്റേഷനിലാണ്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടുവരാം. പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിൽ പുതിയതായി ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചുമതലയേറ്റു വിനുവും അവിടുത്തെ SHO ആയ സുജിത് സാറും തമ്മിൽ മുൻപേ തന്നെ ബന്ധമുണ്ട്. കാരണം വിനുവിനെ PSC പഠിപ്പിച്ചതും പരീക്ഷയ്ക്കായി ഒരുക്കിയതും സുജിത് സാറാണ്. എന്താണ് അങ്ങനെ ഒരു ബന്ധം എങ്ങനെയാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ മലമ്പുഴയിലെ ആനക്കൽ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പാവങ്ങൾ താമസിക്കുന്നൊരു പ്രദേശമാണ്. അത്തരം പ്രദേശത്ത് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കണം എന്നുള്ളൊരു തോന്നലാണ് അതിനൊരു PSC കോച്ചിങ് ക്ലാസ് അവിടെ തുടങ്ങാൻ കാരണം. അങ്ങനെ ജനമൈത്രി പോലീസാണോ അന്ന്? മലമ്പുഴയിലുള്ള ജനമൈത്രി പോലീസാണ് ഇങ്ങനെ ഒരു PSC കോച്ചിങ്ങിന് അവിടെ തുടക്കമിട്ടത്. ഇപ്പോഴും അത് നല്ല രീതിയിൽ നടന്നു വരുന്നു. മലമ്പുഴയിലെ ഒരു രമേശ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ 5-6 പേരിപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിന് പുറമെ അടുത്ത പരീക്ഷയിൽ ഇപ്പോൾ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ അങ്ങനെയുള്ള പരീക്ഷകളിലെല്ലാം തന്നെ ക്വാളിഫൈ ചെയ്യാൻ പോകുന്ന ഒരു 10ഓളം പേരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ജോലി കിട്ടുന്നുണ്ട്? തീർച്ചയായും ഞാനിപ്പം സർവീസിൽ കയറി എൻ്റെ ചേട്ടനടുത്ത് സർവീസിൽ കയറാൻ നിൽക്കുകയാണ്. LDCയിലുണ്ട്, LGSയിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കസിന് ലിസ്റ്റിലുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പേര് കൂടി ലിസ്റ്റിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകനായിരുന്നു ആദ്യം, ഇപ്പോൾ സീനിയറായി ഓഫീസറാണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ടും തമ്മിൽ മാറ്റമുണ്ടോ? അതായത് ഞാൻ സ്റ്റേഷനിലേക്ക് മാറിയപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താവും, എങ്ങനെയാവും, പുതിയ സ്റ്റേഷനാണെന്നുള്ള കാര്യം. അപ്പം വന്ന് നോക്കുമ്പം സുജിത് സാറാണ്. അപ്പം തന്നെ നമുക്കൊരു കംഫർട്ടബിളായി. സാറിന് മുൻ പരിചയമുണ്ട്. സാറ് എന്നോട് സംസാരിച്ചു. എന്താ പറയുക, കുഴപ്പമില്ല വിനു, നമുക്ക് എല്ലാം ഓക്കെ ആക്കി എടുക്കാം, എല്ലാം പഠിച്ചെടുക്കാം, നീ ഒരു കാര്യം ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത്. കസബ സ്റ്റേഷനിലാണ് സാറുള്ളത്. ഇവിടെ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ നമ്മൾ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് എല്ലാ മാസവും നമ്മൾ അതിൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകിച്ച് ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗങ്ങളെ നമ്മൾ PSC കോച്ചിങ് ക്ലാസ് കൊടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രോഗ്രാം കസബ പോലീസ് സ്റ്റേഷൻ തുടക്കം കുറിക്കാൻ പോകുന്നതേ ഉള്ളൂ. ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അതുവഴി ഒരുപാട് യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്കൊക്കെ തന്നെ സേനയിലും മറ്റ് ജോലികളൊക്കെ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ VS ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഗൂഗിൾ, എത്ര സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണല്ലേ ശരിക്കും. ഈ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് CI സുജിത്ത് ഒരു അധ്യാപകന്റെ വേഷമണിഞ്ഞു. പഠിപ്പിച്ച ആ വിദ്യാർത്ഥി തന്നെ ഇപ്പോൾ അവിടെ സ്റ്റേഷനിൽ ഒരു പോലീസുകാരനായിട്ട് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു സിനിമാ കഥ പോലെയൊക്കെ ഉണ്ടല്ലേ ഗോകുൽ? ഞാൻ ഈ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആലോചിച്ചത്, ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെയൊക്കെ ജീവിതം എത്ര മാത്രമാണ് മാറ്റിമറിക്കുന്നുള്ളതാണ്. മലമ്പുഴ CA ആയിരുന്ന സമയത്താണ് സുജിത്ത് ഈ ആനക്കരയിലെത്തുന്നതും അവിടെ PSC പഠിപ്പിക്കുന്നതുമൊക്കെ. ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ടാണ് ആ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ വിനു ആദ്യമൊക്കെ ഒന്ന് വരാൻ മടിച്ചു, ഒന്ന് മാറിയിരുന്നു. അപ്പോൾ CI സുജിത്ത് അന്ന് പറഞ്ഞത് അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പോലീസ് ആകണം എന്നാണ്. പിന്നീട് സുജിത്ത് കസബയിലേക്ക് വരികയാണ്, CA ചുമതലയേറ്റ് വരികയാണ്. അവിടെയാണ് വിനുവിന് ആദ്യമായി നിയമിതനാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു നാടിൻ്റെ ആകെ തന്നെ ജീവിതമൊക്കെ തന്നെ മാറി മറിയുകയാണ്. ആ ഊരിലെ ആ സ്ഥലത്തെ പലരുടെയും ജീവിതം മാറുകയാണ്. അവർ പലരും പല PSC റാങ്ക് ലിസ്റ്റിലൊക്കെ നേടുന്നവരാണ്. ഫോറസ്റ്റിലും മറ്റ് ജോലികളൊക്കെ തന്നെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതും കാണണം. നിരവധി പേർക്ക് കൂടി പോലീസിൻ്റെ ഇത്തരം നടപടികൾ കൊണ്ട് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നു. പ്രത്യേകിച്ചും ഈ പോലീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലൊക്കെ നിയമിതനാകുക എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബത്തിൻ്റെ ജീവിതം തന്നെ മറിക്കുകയാണ്. ഒരു സ്ഥിര വരുമാനം ലഭിക്കുന്നു, സുരക്ഷിതമായ ജീവിത സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ വിനു പറഞ്ഞൊരു കാര്യമുണ്ട്, ആനക്കര പോലുള്ള
വിനുവിൻ്റെ സ്ഥലത്ത് നിന്ന് പാലക്കാട് വന്ന് PSCക്കോ മറ്റോ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക് പോലീസ് എത്തുന്നതും അവരെ പഠിപ്പിക്കുന്നതും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതും. ഏതായാലും പോലീസിൻ്റെ ഈ പ്രവൃത്തി നമുക്ക് കൈയടിക്കുക തന്നെ വേണം. കാരണം അത്തരത്തിൽ തന്നെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തം. അത് ആ പോലീസ് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു, കൂടുതൽ നല്ലതാക്കുന്നു, അവരെയൊക്കെ തന്നെ നല്ല ജോലി സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പഠിക്കാൻ ഇങ്ങനെ പോകാൻ കഴിയാത്തവർക്കൊക്കെ തന്നെ അവർക്ക് ഒരു PSC റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ PSC പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ സർക്കാർ ജോലി മാത്രമായിരിക്കില്ല, അവർക്കൊരു പുതിയൊരു വാതിൽ തന്നെയായിരിക്കും തുറന്നിടുക, പുറത്തേക്കുള്ളൊരു വാതിൽ തന്നെയായിരിക്കും തുറന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളത് കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. അത് ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് വിനു ആദ്യമായി നിയമിതനാകുന്നത് തന്നെ PSC പഠിപ്പിച്ച അധ്യാപകൻ കൂടിയായ സുജിത്ത് CA ആയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിനുവിനും അത് ഭയങ്കര സന്തോഷമാണ്. കാരണം മുൻപ് പരിചയമുള്ള ഒരാൾ, സൗഹൃദമുള്ള ഒരാൾ, പറഞ്ഞു തരാൻ അറിയുന്ന ഒരാൾ, തൻ്റെ ഒരു മെന്റർ ആയതുകൊണ്ട്. ഗോകുല് നേരത്തെ പറഞ്ഞതുപോലെ വിനു ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ മാറി നിന്നപ്പോൾ സുജിത് സാറാണ് നീ പഠിക്കണം, അടുത്ത വർഷം നീ ചിലപ്പോൾ പോലീസ് ആവുമായിരിക്കാം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തോടെയാണ് പഠിച്ചതും ജോലി നേടിയതും ഒക്കെ. പിന്നെ നിയമനം കിട്ടുമ്പോൾ അന്ന് പഠിപ്പിച്ച അതേ ആളുടെ കീഴിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു ഭാഗ്യവും സന്തോഷവും ഒക്കെ എന്താണ് അല്ലേ? എന്തായാലും വിനുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ജനമൈത്രി പോലീസിന്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതിനും നമ്മൾ വലിയൊരു കയ്യടി കൊടുക്കണമല്ലേ?